കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നിച്ച് നല്ല കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പുതിയ പുലരിയിൽ ദൈവശബ്ദത്തിനായി കാതോർക്കാം. പുതിയ നിയമത്തിൽ നിന്ന് എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നിന്ന് 2 വാക്യങ്ങൾ, 8, 9, 10 വാക്യങ്ങൾ. അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ആമേൻ. എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും വിശിഷ്യ കർത്താവിന്റെ വയലേലയിൽ അതിശക്തരായി ഉപയുക്തരാകുന്ന അഭിഷിക്ത ദൈവദാസീദാസന്മാരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചന അറിയിക്കാൻ കൃപയിൽ ശരണപ്പെടുകയാണ്. മെസൊപ്പൊട്ടേമിയ എന്ന ചരിത്രപ്രസിദ്ധമായ ഊരിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്നും അബ്രാം എന്നൊരു വിശ്വസ്ത മനുഷ്യനെ തെരോമയനായ ദൈവം വിളിച്ച് വേർതിരിച്ചു. കുഞ്ഞെ, ഇന്നും കർത്താവിന്റെ കണ്ണ് പ്രശസ്തരെയല്ല കേട്ടോ, വിശ്വസ്തരെ സ്വർഗീയ പദ്ധതിയുടെ ആവിഷ്കരണ നിർവഹണത്തിനായി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വിളി കേട്ട് ചുവടുവയ്ക്കാൻ മകളെ തയ്യാറായാൽ വിളിച്ചവൻ നിന്നെ തന്റെ വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഉൽപ്പത്തി 12 നോക്കൂ. വിളി കേട്ടിറങ്ങി അബ്രഹാമിന് വിളിച്ച ദൈവം കൊടുത്തത് 1, 2 കേട്ടോ, ദൈവിക പൂർണ്ണതയുടെ അളവായ 7 അനുഗ്രഹങ്ങളാണ്. 7 അനുഗ്രഹങ്ങൾ നോക്കൂ. 1, ഞാൻ നിന്നെ ഒരു ദേശം കാണിക്കും. നീ ദേശം വിട്ടിറങ്ങിയോ, മനോഹര ദേശം കാണിക്കും. വിശ്വാസത്തിന്റെ പാതയിൽ ചുവട് വയ്ക്കുമ്പോൾ കുഞ്ഞെ, നീ എന്തെങ്കിലും നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ, വിട്ടിട്ടുണ്ടെങ്കിൽ അധികം നല്ലത് നൽകി ദൈവം നിന്നെ മാനിക്കും. 2ാമത്തെ വാഗ്ദത്തം, നിന്നൊരു വലിയ ജാതിയാക്കും. എന്നും ഒറ്റത്തടിയായി കഴിയേണ്ടി വരത്തില്ല. ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഗ്രേറ്റ് നേഷനാക്കും, വലിയ രാഷ്ട്രമാക്കും. ആമേൻ. 3ാമത്തെ വാഗ്ദത്തം, നിന്റെ പേര് വലുതാക്കും. ശരിയായ പരിഭാഷ, നിന്റെ പേർ വിശ്രുതമാക്കും. പ്രിയപ്പെട്ടവരെ, വിളിച്ചിറക്കുമ്പോൾ അബ്രാം എന്ന പേര് അധികമാർക്കും അറിയത്തില്ല. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പേര് വിശ്രുതമാക്കും, പ്രസിദ്ധമാക്കും, പ്രശസ്തമാക്കും. ആരും അറിയാത്തവനായി എന്ന് ഒതുങ്ങിക്കൂടേണ്ടി വരത്തില്ലെന്ന് ദൈവം നിന്റെ പേര് വിശ്രുതമാക്കും. കുഞ്ഞെ, ദൈവം നിന്റെ പേര് വിശ്രുതമാക്കിയാൽ പിന്നെ നിന്നെ അറിയാത്തവരായി ആരും കാണത്തില്ല. 4ാമത്തെ വാഗ്ദത്തം, നീ ഒരനുഗ്രഹമായിരിക്കും. ക്രിസ്തുവിന്റെ പിന്നാലെ വിശ്വാസത്താൽ ചുവടുവയ്ക്കുകയാണോ, നീ കൈകൊടുക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും. കാലുകുത്തുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന ഈ ദൈവവൈതൽ എന്റെ ഭവനത്തിൽ വന്നതാ എല്ലാ ഐശ്വര്യത്തിനും എന്റെ എല്ലാ നന്മയ്ക്കും കാരണമെന്ന് ജനം നിന്നെക്കുറിച്ച് പറയും. മക്കളെ, അഭിഷിക്തനെ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വാക്ക് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. നിന്റെ പ്രഭാഷണം കേൾക്കുന്നവർ പറയും, ഇതാ ലാവണ്യവാക്കുകൾ, ഇതാണ് അധികാരത്തിന്റെ വചനം, ഇതാ സാക്ഷാൽ ദൈവശബ്ദം. 5ാമത്തെ വാഗ്ദത്തം എന്താ? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. വളരെ ഉറപ്പാകട്ടോ, രക്ഷാനിർണയം പ്രാപിച്ചൊരു ദൈവവേദലിനെ ഒരാൾ എന്തെങ്കിലും നിലയിൽ സഹായിച്ചാൽ, അനുഗ്രഹിച്ചാൽ, തമ്പുരാന്റെ ഉറപ്പ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ആമേൻ. 6ാമത്തെ വാഗ്ദത്തം എന്താ? നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ജീവിതമേ, ശപിക്കുന്നവർ ശപിക്കട്ടെ. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവത്തെയല്ലേ നീ സേവിക്കുന്നത്? അങ്ങനെയുള്ള ദൈവമല്ലേ നിന്നെ വിളിച്ചിറക്കിയത്. 7ാമത്തെ വാഗ്ദത്തം, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കുഞ്ഞെ, ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തതിയുണ്ട്, ഒരേ ഒരു സന്തതിയുണ്ട്. അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ നസറേത്തുകാരൻ, ദൈവപുത്രനായ യേശു ക്രിസ്തു. അവൻ മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന് മഹത്വം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പുവിട്ട് ദൈവകൽപ്പന പ്രകാരം വിശുദ്ധ ജീവിതം നയിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുമെങ്കിൽ മക്കളെ, കർത്താവിന്റെ വചനമനുസരിക്കാൻ തീരുമാനിച്ചാൽ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ 7 ക്രിസ്തുവിൽ നിനക്ക് സ്വന്തമാണ്. ഈ സ്വർഗീയ അനുഗ്രഹങ്ങളും അവൻ നിന്നോടൊപ്പം വിശ്വാസത്തിന്റെ ചുവട് വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു, ആവർത്തനം 7:13, അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. അതേ മക്കളെ, സ്നേഹിക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, വർദ്ധിപ്പിക്കുന്ന ദൈവം. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു.
ആമേൻ, ആമേൻ. നിരാശയുടെ താഴ്വരയിൽ ഉഴന്നലഞ്ഞ കാലത്ത് ദൈവശബ്ദം കേട്ട് ഇറങ്ങിയെങ്കിൽ, വിളിച്ചവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചെങ്കിൽ, നല്ല ദേശം ദൈവം നിന്നെ കാണിക്കും. മനോഹര ദേശം നിനക്കായി ഒരുക്കിത്തരും. എബ്രായ ലേഖനകാരൻ പറയുന്നു, അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക്, അവകാശമായി കിട്ടിയ ദേശത്തേക്കെന്നല്ല, അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ എങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എവിടേക്കാ പോകുന്നെന്ന് ഇറങ്ങിയപ്പോൾ തനിക്കറിയില്ല, ദൈവം അവനോട് പറഞ്ഞില്ല. നമുക്കറിയാം, ഏലിയാവിനെ വിളിച്ചപ്പോൾ പോകേണ്ട സ്ഥലം ദൈവം അവനോട് പറഞ്ഞതാ, നീ സീദോനോട് ചേർന്ന് സാരപ്തയ്ക്ക് പോകണം. അന്ന് ഈ സരപ്തയും സാരാഫത്തും രണ്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു, ഏലിയാവ് സീദോനോട് ചേർന്ന് സരപ്തയിൽ തന്നെ പോകണം. ഏതാ സീദോൻ? യോശുവ 19:28 എഴുതിയിരിക്കുന്നു, സീദോൻ ഒരു വലിയ പട്ടണമായിരുന്നു, മെട്രോ സിറ്റി ആയിരുന്നു. അതുകൊണ്ടാണോ ഏലിയാവിനെ അങ്ങോട്ട് പോകാൻ നിർബന്ധിച്ചത്? അല്ല കേട്ടോ. ശലോമോനോട് ചോദിച്ചാൽ പറയും, 1 രാജാക്കന്മാർ 5:6 സീദോന്യരെ പോലെ മരം മുറിക്കാൻ പരിചയമുള്ളവരാരുമില്ല, വേറെ ഇല്ല. അതുകൊണ്ടാണോ സീദോനോട് ചേർന്ന് സരപ്തയിലേക്ക് തന്റെ അഭിഷിക്തനെ ദൈവം അയച്ചത്? അല്ല. പിന്നെയോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 31-ാമത് വാക്യം നോക്കുക. ഈസബലിന്റെ നാടാണ് സീദോൻ. ഇവളാണ് സത്യദൈവ ആരാധനയുടെ സൗരഭ്യം നിറഞ്ഞു നിന്ന ഇസ്രായേലിൽ സീദോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ അസ്തോരത്തിനെ പ്രതിഷ്ഠിച്ചത്. ഭർത്താവായ ആഹാബിനെ കൊണ്ട് ഈ സ്ത്രീ മഹാമ്ലേച്ഛതകൾ നടപ്പിലാക്കി. നീച സ്ത്രീ സീദോന്യ രാജകുമാരിയായ ഈസബൽ തന്റെ ദാസനെ കൊന്നുകളയുമെന്ന് ശപഥം ചെയ്ത ഈസബലിന്റെ നാട്ടിൽ തന്നെ അഭിഷിക്തന് അഭിമാനത്തോടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാ അവന് സീദോനോട് ചേർന്ന സരപ്തയിലേക്കു തന്നെ ദൈവം പറഞ്ഞയച്ച് തകർത്ത് കളയുമെന്ന് ദുഷ്ടൻ വെല്ലുവിളി മുഴക്കിയ സ്ഥാനത്തു തന്നെ, ദേശത്തു തന്നെ മഹാദൈവം മകളെ നിന്നെ മാനിക്കും. ആമേൻ. നിന്റെ കുഞ്ഞുങ്ങളെ മാനിക്കും, നിന്റെ പ്രവർത്തനങ്ങളെ മാനിക്കും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നന്ദി പറയുകയാണ്. ശത്രുവിന്റെ മുന്നിൽ മേശയൊരുക്കുന്ന ദൈവം പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി അടയാളമിട്ട് തന്റെ മക്കളെ ജയോത്സവമായി നടത്തുന്ന ദൈവം. കുഞ്ഞെ, നിന്റെ സാഹചര്യം അറിയുന്നു, നിന്നോടുള്ള വെല്ലുവിളി അറിയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ അവൻ കാണുന്നു. കൂടെ പിറപ്പേ, ഞാൻ പരിശുദ്ധാത്മാവിനൊരു ദൂത് പറയാം. ഇന്നലകളിൽ നീ കണ്ണീരൊഴുക്കിയ സ്ഥാനത്ത്, പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ച സ്ഥാനത്ത്, നിന്ന് സഹിച്ച സ്ഥാനത്ത്, അവൻ അങ്ങനെയുള്ള ഇടത്തു തന്നെ സർവശക്തനായ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആലോചന ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ തിരുവായി കൊണ്ട് അരുളി ചെയ്തത് അവിടുന്ന് തൃക്കൈ കൊണ്ട് നിവർത്തിക്കും. തലപൊക്കാൻ സമ്മതിക്കില്ലെന്ന് ശത്രു പറഞ്ഞ സ്ഥാനത്തു തന്നെ ദൈവം നിന്നെ കൊണ്ട് ജയത്തിന്റെ കൊടി ഉയർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രിയപ്പെട്ടവരെ, വിളിച്ചിറക്കിയവൻ അബ്രഹാമിനോട് പോകേണ്ട സ്ഥലം പറഞ്ഞില്ല, പോകേണ്ട സ്ഥലം കാണിച്ചില്ല. എന്നാൽ നമുക്ക് ഏലിയാവിനോട് പറഞ്ഞു. ഏലിയാവിനോട് മാത്രമല്ല, ഫിലിപ്പോസിനോടും ദൈവം പറഞ്ഞു, പോകേണ്ട സ്ഥലം പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 8:26 നോക്കൂ. നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം. ഫിലിപ്പോസ് അപ്പൊ ശബരിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് ആത്മാവിൽ കത്തി നിന്ന സമയമാണ് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോകാൻ പറയുന്നത്. ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിൽ തന്നെ പോകണം. എന്താ കർത്താവേ കാരണം? ശബരിയിൽ ശോഭയേറി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളും പേരുമില്ലാത്ത നിർജ്ജന വഴിയിലേക്ക് എന്തിനെ അയക്കുന്നത്? നിർജ്ജന പ്രദേശത്തെന്നല്ല കേട്ടോ, നിർജ്ജന വഴി. ഒരു 10 കുടുംബങ്ങളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. എന്താ കർത്താവേ എന്നെ വഴിയിലേക്ക് പറഞ്ഞയക്കുന്നത്? ഈ നിർജ്ജനമായ വഴിയിലേക്ക് അയക്കുന്നത്? ഫിലിപ്പോസ് ചോദിച്ചാൽ കർത്താവ് പറയും, ന്യായാധിപന്മാർ 16:1, മഹാശക്തനായ നാസൂർ വൃതസ്ഥനായ ശിംശോൻ എന്റെ ദാസൻ തോറ്റുപോയ സ്ഥലമാണ് ഗസ. ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ഗസ, വെടിവെച്ച നിലയ്ക്കാത്ത ഗസ, ശിംശോൻ ഒതുക്കപ്പെട്ടു പോയ ഗസയാണ് ഗസ. അവൻ അവിടേക്ക് നീ പോകണം. മഹാശക്തൻ തോറ്റുപോയ ഇടത്ത് ജയത്തിന്റെ ആരവമുയർത്താൻ എനിക്കൊരു ഫിലിപ്പോസിനെ വേണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിന്റെ പേര് ചേർത്ത് പറ, എനിക്കൊരു ഫിലിപ്പോസിനെ വേണം. കഴിവും പ്രാപ്തിയും തിരുവചനത്തിൽ അവഗാഹ പാണ്ഡിത്യമുള്ള ശ്രേഷ്ഠന്മാർ വീണുപോയ സ്ഥലത്ത്, അഭിഷിക്തന്മാരെ ഒതുക്കിക്കളഞ്ഞ സ്ഥലത്ത്, അഭിഷിക്തനെ നിന്നെ വിജയശ്രീ ലാളിതനാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓ ആമീൻ. ഓടിച്ചു കളയുമെന്ന്, പറിച്ചു കളയുമെന്ന്, ദേശത്ത് സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിക്കുന്ന ദേശത്തിന്റെ ശക്തികളും അനുചരന്മാരായ മൂർത്തി വൃന്ദങ്ങളും ഒരുമിച്ചാർത്തട്ടകസിച്ചാലും ഉന്നതന്മാർ ബന്ധിക്കപ്പെട്ട സ്ഥാനത്ത് അഭിഷിക്തനെ നിനക്കൊരു വലിയ വിജയം ദൈവമൊരുക്കി വെച്ചിരിക്കുന്നു. വിശ്വസിക്കുമോ? വിശ്വാസത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും?
ആമേൻ. ഫിലിപ്പോസേ, നിന്നെ ഉപയോഗിച്ച് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനെ സ്നാനപ്പെടുത്തി ആഫ്രിക്കൻ ഭൂഖണ്ഡം കർത്താവിനായി വെട്ടിപ്പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നീ ശമനയിലെ ശുശ്രൂഷയിൽ ഒതുങ്ങാൻ ശ്രമിക്കരുത്. അതിബൃഹത്തായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വെച്ച ശേഷമാ കർത്താവ് നിന്നെ തന്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചത്. അത് മറക്കരുത്. ദൈവദാസനെ, തങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ, നീ ശുശ്രൂഷയിൽ ഒതുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു വിശാലത ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. മറ്റൊരാളെ നോക്കൂ. ഒരു ഇറ്റാലിയൻ പട്ടാള മേധാവിയായിരുന്നു കൊർന്നോലിയോസ്. ഈ കൊർന്നോലിയോസിന്റെ അടുക്കൽ കർത്താവ് ദൂതനെ അയച്ചിട്ട് ദൂതറിയിച്ചു. അതാ മക്കളെ, ദൂതൻ വന്നിട്ടുണ്ടെങ്കിൽ ദൂതുമുണ്ട് കേട്ടോ. ദൂതൻ വന്ന് കൊർന്നോലിയോസിനോട് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 10:5 കാണാം, നീ യോപ്പയിലേക്ക് ആളയക്കണം. പത്രോസ് എന്നും മറുപേരുള്ള ശീമോനെ വരുത്തണം. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുത്തനോടുകൂടെ പാർക്കുകയാ. അവന്റെ വീട് കടൽപ്പുറത്ത്. നോക്ക് എത്ര കൃത്യമായ മേൽവിലാസം കൊർന്നോലിയോസിന് ദൈവം കൊടുത്തതുണ്ടോ. പോകേണ്ട സ്ഥലം കൃത്യമായിട്ട്. യോപ്പയിൽ പോകണം, കടപ്പുറത്ത് ചെല്ലണം, തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ ചെല്ലണം. അവിടെ പത്രോസ് എന്നും മറുപേരുള്ള ശീമോൻ പാർക്കുന്നുണ്ട്. അവനെ നിന്റെ വീട്ടിൽ കൊണ്ടുവരണം. ശീമോനെന്ന് മാത്രം അവിടെ ചെന്ന് ചോദിച്ച പ്രശ്നമാവും, ആള് മാറിപ്പോകും. കാരണം തോൽക്കൊല്ലനും ശീമോനാണ്. അവൻ വന്നതുകൊണ്ടൊരു കാര്യവുമില്ല. പക്ഷേ പത്രോസ് എന്നും മറുപേരുള്ള ശീമോൻ തന്നെ വരണം. അവനെ വരുത്തി സുവിശേഷ പ്രസംഗം കേൾക്കണം. രക്ഷയ്ക്കുള്ള വഴി അവൻ പറഞ്ഞു തരും. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, നാം അടിയന്തരമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ കൊർന്നോലിയോസ് നമ്മെക്കാളൊക്കെ യോഗ്യതയുള്ള മനുഷ്യനാണ്. അപ്പോസ്തലപ്രവൃത്തി 10:22 നോക്കൂ. നീതിമാനും ദൈവഭക്തനും നല്ല സാക്ഷ്യം കൊണ്ടവനുമായിരുന്നു. ഇത്രയൊക്കെ യോഗ്യതയുള്ളവൻ എന്തിനാ പത്രോസ് ഉപദേശിയുടെ പ്രസംഗം കേൾക്കേണ്ടത്? 10:2 പറയുന്നു, അവൻ ഭക്തനാണ്. കൊർന്നോലിയോസ് ഭക്തനാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ. എന്ന് പറഞ്ഞാൽ നമ്മിൽ പലർക്കുമില്ലാത്ത ഗുണങ്ങൾ ഈ മനുഷ്യനുണ്ട്. എന്നിട്ടും എന്തിനാ പത്രോസിനെ വരുത്തി പ്രസംഗം കേൾക്കാൻ ദൈവം പറഞ്ഞത്? ഈ ചോദ്യം ദൂതനോടൊന്ന് ചോദിച്ചാൽ താൻ പറയും, കൊർന്നോലിയോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിലെത്തി, ശരിയാ. പക്ഷേ നീ സ്വർഗത്തിലെത്തണമെങ്കിൽ സുവിശേഷം കേട്ട് ദൈവകൽപ്പന അനുസരിക്കണം. കുഞ്ഞേ, താങ്കൾ എന്തെല്ലാം യോഗ്യതകളുള്ളവനായെങ്കിലും അവൻ സുവിശേഷം കേട്ട് മനസ്സാന്തരപ്പെട്ട് ദൈവകൽപ്പന അനുസരിക്കണമെന്നുള്ളത് ഒഴിവാക്കാനാവാത്ത കാര്യം തന്നെയാണ്. ആമേൻ. നോക്കൂ, ഏലിയാവിന് പോകേണ്ട സ്ഥലം പറഞ്ഞുകൊടുത്തു, ഫിലിപ്പോസിന് പോകേണ്ട സ്ഥലം പറഞ്ഞുകൊടുത്തു, കൊർന്നേലിയോസിന് പോകേണ്ട സ്ഥലം പറഞ്ഞുകൊടുത്തു. പക്ഷേ അബ്രഹാമിനോട് പറഞ്ഞില്ല. അബ്രഹാമിനെ ആ ദേശം കാണിച്ചില്ല. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനാണ് പറഞ്ഞത്. അബ്രഹാം വിളിക്കപ്പെട്ടാറെ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. യാത്ര പുറപ്പെടുന്ന അബ്രഹാമിന്റെ കുടുംബത്തോട് അയൽക്കാരോ നാട്ടുകാരോ ഒക്കെ ഒന്ന് ചോദിച്ചെന്നിരിക്കട്ടെ, അവറാച്ച എല്ലാവരും കൂടെ കുടുംബമായിട്ട് എങ്ങോട്ടാ? താൻ എന്ത് മറുപടി പറയും? അബ്രഹാം പറയും, എവിടേക്കാ പോകുന്നെന്ന് എനിക്കറിയില്ല, പക്ഷേ പോകാൻ നിർദ്ദേശം തന്നവനെ നന്നായി അറിയാം. ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞവൻ ഞാൻ ലജ്ജിച്ചു പോകാൻ ഒരു നാളും സമ്മതിക്കത്തില്ല. കർത്താവിന്റെ മഹത്വം. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ വിശുദ്ധിയുടെ പാതയിൽ, നീതിയുടെ പാതയിൽ, സത്യത്തിന്റെ പാതയിൽ ആമേൻ സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിച്ചെങ്കിൽ ആമേൻ നീ പതറിപ്പോകാൻ, തകർന്നു പോകാൻ, നശിച്ചു പോകാൻ വിളിച്ചിറക്കിയ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടാ പോകേണ്ട സ്ഥലം പറയാഞ്ഞത്? ഉത്തരം, പോകേണ്ട സ്ഥലം അറിഞ്ഞിരുന്നെങ്കിൽ അത് കാഴ്ചയാലുള്ള യാത്രയാകുമായിരുന്നു. ദൈവത്തിനു വേണ്ടത് കാഴ്ചയാൽ യാത്ര ചെയ്യുന്നവനെയല്ല, വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നവനെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ ഒരു പിതാവാക്കാൻ ദൈവത്തിന് 25 കൊല്ലമൊന്നും വേണ്ട. പണ്ടുള്ളവർ പറയും 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും മതിയത്രേ. എന്നാൽ അബ്രഹാമിനെ കേവലം ഒരു കുഞ്ഞിന്റെ പിതാവാക്കാനല്ല, ബഹുജാതികൾക്ക് പിതാവാക്കണം, വിശ്വാസികളുടെ പിതാവാക്കണം. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. കുഞ്ഞേ, നിന്നെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി വളരെ വലുതാ കേട്ടോ. മക്കളെ, നിന്നെ കേവലം ഒന്ന് അനുഗ്രഹിക്കാനല്ല, ഐശ്വര്യമായി അനുഗ്രഹിക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പ്രതിഫലം തരാനല്ല മഹാദൈവം ആഗ്രഹിക്കുന്നത്, അതിമഹത്തായ പ്രതിഫലം തരാനാണ്. നിനക്കൊരു സന്തതിയെ തരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ? നിനക്ക് കേവലം ഒരു കുഞ്ഞിനെ തരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ആകാശത്തിലെ നക്ഷത്രം പോലെ ശോഭിക്കുന്ന, പരിലസിക്കുന്ന തലമുറകളെ തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ സന്തതി മുഖാന്തരം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാനല്ല പിതാവേ, മാതാവേ, ആമേൻ, ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ സന്തതി മുഖാന്തരം നിന്റെ കുടുംബം മാത്രമല്ല, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും
അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആ നല്ല നാട്ടിലേക്ക് ചെന്നു ചേരുമ്പോൾ വാടാത്ത കിരീടം നൽകി നിന്നെ മാനിക്കാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റ അരുമനാഥൻ അവിടെ കാത്തിരിക്കുന്നു. ആ മനോഹര സുദിനം അകക്കണ്ണിൽ ദർശിച്ചുകൊണ്ട് ജീവിതയാത്രയെ നമുക്ക് നിയന്ത്രിക്കാം. അതിനായി പരിശുദ്ധാത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെയെല്ലാം ശുശ്രൂഷിക്കാൻ ലഭിച്ച മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, ഇപ്പോൾ അടിമാലിയിൽ നിന്നും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഞാൻ ഓർപ്പിക്കാം: 9072141834. കർത്താവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും നമുക്ക് തിരുവചന കേൾവിക്കായി ഒരുമിച്ച് കൂടാമല്ലോ. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുയേശുവിനാൽ സൂക്ഷിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.